ഹലോ എവ്രി വൺ. ഞാൻ സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് വന്നത് എൻ്റെ ജോലി റിലേറ്റഡ് ആയിട്ടൊരു ആവശ്യത്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ ജോലി ചെയ്യുന്നത് ശങ്കർ മഹാദേവൻ അക്കാഡമിയിലാണ്. അവിടെ മ്യൂസിക് ടീച്ചിങ് ആൻഡ് ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. സംഘത്തിന് പോകാൻ റെഡിയാണോ? ഞാനും വേറൊരു മലയാളി ടീച്ചറും കൂടിയിട്ട് ബാംഗ്ലൂർക്കാണ് പോണത്. അവിടെയാണ് നമ്മുടെ 15th ഇയർ ഓഫ് സെലിബ്രേഷൻ നടക്കാൻ പോണത്. ഗ്ലോബൽ ആനുവൽ മീറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഉണ്ട്, പാട്ട് പാടാൻ ഇഷ്ടമാണ്, പഠിപ്പിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യൂ. എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അവർക്ക് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാം. അവർക്കും നമ്മുടെ അക്കാഡമിയുടെ പാർട്ടാവാം. Where do we go? Yes. Hi. How do you win? Hi sir. How are you? Gandhapati. You're Navya. Okay. Look at Navya's card. Fantastic. Music is 2 times. Shankar Mahadevan Academy, and what do you like about My teacher is Anaka ma'am. And I like that she speaks very softly with me and she was very nice. ഫസ്റ്റ് ഡേ തന്നെ റിഹേഴ്സൽ ആയിരുന്നു. അപ്പോൾ ഈവനിങ് ആയപ്പോഴേക്കും കുറച്ച് ടയേർഡായി. അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ നല്ല ആംബിയൻസ് ഉള്ളൊരു കോഫി ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി കോഫി കുടിക്കാൻ വിചാരിച്ചു. അതിനുശേഷം രാത്രി നമുക്കൊരു സ്കിറ്റ് റിഹേഴ്സൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ഇതുവരെ മീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഓഫ്ലൈനായിട്ടൊന്ന് റിഹേഴ്സൽ ചെയ്യണമല്ലോ, അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത ദിവസമാണ് നമ്മുടെ മെയിൻ ഇവൻറ്റ് സംഘം. അപ്പോൾ നമ്മൾ ഒരു 6:37 കൂടി ഇറങ്ങി. ബാംഗ്ലൂർ ട്രാഫിക് ഭയങ്കര മോശമായതുകൊണ്ട് നമുക്ക് നേരത്തെ ഇറങ്ങണമായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ പിക്ചേഴ്സൊക്കെ എടുത്തു. ഇയർലി വൺസ് സംഘം വരുമ്പോഴാണ് നമുക്ക് എല്ലാവരും കാണാനൊക്കെ പറ്റുക. അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമാണ്. ഒരു കല്യാണമൊക്കെ കൂടണ പോലെയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ ലഞ്ചിൻ്റെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സദ്യ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ്. അതിനുശേഷം നമ്മൾ മെയിൻ ഇവൻറ്റ് നടക്കുന്ന ഹാളിലേക്ക് പോയി. നമുക്ക് നമ്മുടെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടീച്ചേഴ്സിനും പെർഫോമൻസസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളിലായിരുന്നു. ശങ്കർ സാറിൻ്റെ കൂടെ ഓരോ വട്ടം സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റുമ്പോഴും ഭയങ്കര ഭാഗ്യമായിട്ടാണ് കാണാറ്. ഈ വട്ടം ഉഷാ ഉത്തുപ്പ്, വിജയ് പ്രകാശ്, എസാൻ, ലോയ്, വേറെയും കുറേ മ്യൂസീഷ്യൻസ്
time you realize what I've said is absolutely true. तुम गाँव में 2 शब्द बात करो उनसे. ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ. Shabash! What is up? It's too much. No, that's a bit difficult. You can. What am I asking you? No, no, hold your hand. Re. Re-ga-ma-pa. Da. Correct. 77 വയസ്സായ ഉഷാജിയുടെ പെർഫോമൻസസ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. ആ ഒരു എനർജി, ഓറ, നമ്മുടെ എംപുരാനൊക്കെ അതിനൊരു ഉദാഹരണമല്ലേ. അങ്ങനെ നെക്സ്റ്റ് ഡേ ബാംഗ്ലൂർ തന്നെയുള്ള സ്റ്റുഡൻസിനെ കൊണ്ട് ഒരു ചെറിയ പെർഫോമൻസ് ചെയ്യിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് കൊടുക്കുകയാണ്. നമ്മുടെ സ്റ്റുഡൻസ് സ്റ്റേജിൽ കയറി നിന്ന് പാടുമ്പോൾ പേരൻസിന്റെ പോലത്തെ ഒരു സന്തോഷം ടീച്ചേഴ്സിനും ഉണ്ടാവാറുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം ചെയ്യാനുള്ള സ്കിറ്റിന്റെ റിഹേഴ്സൽ ചെയ്യാണ്. നമ്മൾ ആകെ 1-2 വട്ടേ ചെയ്തിട്ടുള്ള റിഹേഴ്സൽ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് രാത്രി ഒരു പാർട്ടി ഉണ്ട്, അവിടെ പോവാനായിട്ട്. Anaga is so dear to us. She's precious to us. And as I always say that no teacher, no academy. Absolutely. So she's part of the teachers and the faculty of Shankar Madhavan Academy. And we are so happy you are part of the family. God bless you. നെക്സ്റ്റ് ഡേ അവാർഡ് സെറിമണിയാണ്. പിന്നെ ടീച്ചേഴ്സിന് ഒരു ചെറിയ ട്രെയിനിങ് സെഷൻ, പിന്നെ സ്കിറ്റ്, ഇതൊക്കെ ടീച്ചിങ് റിലേറ്റഡ് ആണ്. പിന്നെ നമ്മൾ ഒരു ചെറിയ വട്ടമേശ സമ്മേളനമൊക്കെ കൂടിയിട്ട് പുതിയ ടീച്ചേഴ്സിനെയും സ്റ്റാഫിനെയും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ കുറച്ച് അവാർഡ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഒരു ഫുൾ മ്യൂസീഷ്യൻസ് ഉള്ള ഒരു റൂമിൽ അവാർഡ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് കാണണോ? അങ്ങനെ അവസാനത്തെ ദിവസം രാത്രിയായപ്പോൾ നമ്മൾ നമ്മുടെ കുറച്ച് കൊളീഗ്സിൻ്റെ കൂടെ പുറത്ത് പോയി ഫുഡ് കഴിച്ചു. തിരിച്ചു വന്നിട്ട് പാതിരാത്രി വരെ ഇരുന്ന് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തു. ഇതാണ് എൻ്റെ കൃഷ്ണൻ സാറ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരമായിട്ടൊരു വ്യക്തിയാണ് അദ്ദേഹം. ഇങ്ങനെ കുറേ ആൾക്കാർ നമ്മൾ ഓരോ പ്രാവശ്യം സംഘത്തിന് പോകുമ്പോഴും കാണാനും പരിചയപ്പെടാനും കൂട്ടുകൂടാനും ഒക്കെ പറ്റാറുണ്ട്. നിങ്ങൾക്ക് ഈ മഴവില്ല് കാണാനുണ്ടോ? ഞാൻ സംഘം കഴിഞ്ഞിട്ട് തിരിച്ചു പോരുമ്പോൾ എൻ്റെ ഹൃദയവും ഇതുപോലെ ഭയങ്കര കളർഫുള്ളായിരുന്നു. വളരെയധികം സന്തോഷമായിരുന്നു. ഇനി അടുത്ത പ്രാവശ്യം ഇങ്ങനെ പോകാൻ പറ്റുമോ, എല്ലാവരും കാണാൻ പറ്റുമോ ഒന്നും അറിയില്ല. എന്നാൽ ഈ പ്രാവശ്യം പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അങ്ങനെ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്.